ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മൊരിഞ്ഞ പരിപ്പുവട റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് ഇത് ഒരു അരിപ്പിലിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ വേണം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരുപാട് അരച്ചെടുത്താൽ ആ പരിപ്പുകളുടെ ടെക്സ്ചർ അങ്ങനെ മാറിപ്പോവും. അപ്പോൾ ഇനി അതിലേക്ക് ഒരു വലിയ സവാള, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 6 അല്ലി, പച്ചമുളക് ഒരെണ്ണം വലുത്, വേപ്പില, അവയെല്ലാം ചെറുതാക്കി നുറുക്കിയ ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പരിപ്പിലേക്ക് ഇതൊന്നും എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ അതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതാകുമ്പോഴാണ് എല്ലാതും നന്നായി കറക്റ്റായിട്ട് ചേരുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു ബോളാക്കി എടുത്തിട്ട് അത് നമുക്ക് കറക്റ്റ് പരിപ്പുവട ഷേപ്പാക്കി മാറ്റണം. അതിനുവേണ്ടി കൈ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അതായത് ഇതേപോലെ രീതിയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പുവട എല്ലാം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പരിപ്പുവട ഇട്ടിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞാൽ മറ്റേ സൈഡ് മറിച്ചിട്ടിട്ട് നന്നായി മൊരിച്ചെടുത്ത ശേഷം നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കഴിക്കാനുള്ള ടേസ്റ്റ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ചൂട് കട്ടൻ ചായയും നല്ല മൊരിഞ്ഞ പരിപ്പുവട, മഴ അന്തസ് അടിപൊളിയാവൂലേ. അപ്പോൾ പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എന്നോട് അറിയിക്കണേ.